നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന ജീവൻ്റെ വചനം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 16-ഉം 15-ഉം 16. അതിനെ ശ്രവിക്കാം. നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കട്ടെ. നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കട്ടെ. വെളിച്ചം, യേശു വെളിച്ചമാണ്, പ്രകാശമാണ് യേശു. അതുപോലെ നിങ്ങൾ പ്രകാശിക്കട്ടെ എന്നാണ് ദൈവമായ കർത്താവ് പറയുന്നത്. കർത്താവിൻ്റെ ആ ആഗ്രഹം കണ്ടോ, വെളിച്ചമായി നിങ്ങൾ പ്രകാശിക്കട്ടെ. 16-ാം വാക്യം, നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുക. ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കുന്നില്ലെങ്കിൽ ഈ വചനം വച്ചിട്ടാണ് പറഞ്ഞാൽ മതി. ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുവൻ, എൻ്റെ കാര്യം നടക്കട്ടെ, ഞാൻ പ്രകാശമായി നടക്കട്ടെ. ഇതൊക്കെ യേശുവിൻ്റെ വായിൽ നിന്ന് വന്ന വചനമാണ്. അപ്പം നമ്മളത് പറയുമ്പോൾ നമ്മൾ ചില രോഗപീഠകൾ, കഷ്ടതകൾ, കടബാധ്യതയൊക്കെ വിട്ടുപോകും. ഇതൊക്കെ പിശാചി കെട്ടണ കോട്ടയാണ്. നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ മക്കളുടെ വിവാഹം നടക്കുന്നില്ല, വചനം വെച്ച് കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കണമെന്ന് പറയണം. പക്ഷെ നമ്മൾ കർത്താവിന് ചേർന്നിരിക്കണം. പാപം ചെയ്തിട്ട് ചെയ്യാൻ പാടില്ല. കുമ്പസാരിച്ച് ഈശോയെ സ്വീകരിച്ച് നമ്മൾ വചനം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് വിജയിക്കും. ബൈബിൾ വചനത്തിന് ഭയങ്കര ശക്തിയുണ്ട്. നമുക്കറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. ഏതെങ്കിലും ശക്തമായ കർത്താവ് ഉച്ചിച്ച വചനം നമ്മൾ നടക്കാത്ത കാര്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. യേശുവേ നന്ദി. 16-ാം വാക്യം, നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ. ക്രിസ്തുവിൻ്റെ ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാം. ക്രിസ്തുവിൻ്റെ ദിവസത്തെ അന്ന് അഭിമാനിക്കാം. കാര്യം നടന്നു കഴിയുമ്പോൾ ഇത് ക്രിസ്തുവാണ് എനിക്ക് നടത്തി തന്നതെന്ന് 10 പേരോട് പറയാനും സാധിക്കും. ഈ വചനം കേൾക്കുന്ന ഓരോ മകനെയും മകളെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് നസറനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടിയൻ പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവരറിയുന്നില്ല, അവർ വിഷമിക്കണേന്ന് പ്രാർത്ഥിച്ച പുത്രൻ്റെ നാമത്തിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്.